ഹലോ. അപ്പോൾ ഞാനിന്ന് ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് എന്താണെന്നായിരിക്കും അല്ലേ, നമ്മൾ എപ്പോഴും അറിയാമല്ലോ, നമ്മുടെ സിലിണ്ടർ എപ്പോഴും നമ്മളൊരു 6 മന്ത്സിൽ അറ്റ്ലീസ്റ്റ് 1 ഇയറിലെങ്കിലും നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷനൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ 5 ഇയർ കൂടുമ്പോൾ ഹൈഡ്രോ ഒക്കെ ചെയ്യണമെന്നറിയാമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആ സിലിണ്ടറിൻ്റെ നമ്പേഴ്സ്, സീരിയൽ നമ്പേഴ്സ്, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കെപ്പോഴും കംപ്രസർ റൂമൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നത് എന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സംഭവമാണല്ലേ. അപ്പോൾ എന്തെങ്കിലും, അതായത് ഡൈവിങ്ങിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് കംപ്രസർക്കുള്ളത്. അപ്പോൾ നമ്മളിതുപോലെയൊക്കെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണെങ്കിലോ ആരോടാണെങ്കിലും നമ്മളത് ശ്വസിക്കുമ്പോഴാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതിന് ശേഷം ഉണ്ടാകും. അങ്ങനെ ഒരുപാടുണ്ട്. അത് ഡൈവിങ്ങിലുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെപ്പോഴും ക്ലീൻ ചെയ്തിടുക, ക്ലീനാക്കി വെക്കുക എന്നുള്ളത് എനിക്കെപ്പോഴും ഒരു ആഗ്രഹമാണ്. ഞാൻ സമയം കിട്ടുമ്പോൾ അത് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 3-4 കംപ്രസർ നമ്മൾ അവിടെ ഉണ്ട്. എല്ലാം ക്ലീൻ ചെയ്തു, ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു. എനിക്ക് ഡൈവിങ്ങിൻ്റെ വീഡിയോ സത്യത്തിൽ ഇടാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അത് വലിയ അപകടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ അതിന് ശേഷമുള്ള വർക്കുകളൊക്കെ പലപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനായി കിടക്കുന്ന സ്ഥലം കാണാനും ക്ലീൻ ചെയ്യാനും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണി ടാങ്കുകൾ അതൊന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഡൈവ് കഴിഞ്ഞ് വന്നിട്ട്, അപ്പോൾ അതൊന്ന് ക്ലീനിങ്, വാഷിങ്, ലൈക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ നമ്പേഴ്സ് എല്ലാം വെക്കുന്നുണ്ട്. അതും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് ഇപ്പോൾ കാണുന്നത്.